കനകക്കുന്നിൽ ടൂറിസം വാരാഘോഷം സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ജനങ്ങളുടെ നികുതി പണം വെച്ചാണ്. അവിടെ കവാടത്തിൽ പഴയ തിരുവിതാംകൂർ രാജചിഹ്നം വെച്ച് ടൂറിസം വകുപ്പ്. രാജഭരണം മാറി ജനാധിപത്യം വന്നിട്ടും പഴയ രാജഭരണത്തോട് കൂറുള്ള ചിലർ ടൂറിസം വകുപ്പിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഈ രാജചിഹ്ന പ്രദർശനം. 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലത്തെ മുഖ്യ കവാടത്തിലായിരുന്നു രാജചിഹ്നത്തിന്റെ പ്രദർശനം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ബഹുമാനമൊക്കെ ചോദിച്ചു വാങ്ങുകയും അല്ലെങ്കിൽ ബഹുമാനമുണ്ടെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിരുന്നു. ജനാധിപത്യം വന്നിട്ട് കൊല്ലം കുറേയായി ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ. രാജചിഹ്നം രാജകുടുംബം എവിടെയെങ്കിലും വെക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല. പക്ഷെ സംസ്ഥാനത്തിന്റെ ടൂറിസം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഇങ്ങനൊരു രാജചിഹ്നം പ്രദർശിപ്പിക്കുമ്പോൾ അതിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അതായത് ടൂറിസം വകുപ്പാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് കനകക്കുന്നിൽ വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ അതിന്റെ സമാപനമായിരുന്നു. 10,000-കണക്കിന് ആളുകളാണ് ഇത് കാണുന്നതിന് വേണ്ടി, ആസ്വദിക്കുന്നതിന് വേണ്ടി കനകക്കുന്നിലേക്കും മ്യൂസിയത്തിലേക്കും പരിസരങ്ങളിലേക്കുമൊക്കെ എത്തിയത്. പക്ഷേ ആ കനകക്കുന്നിലേക്ക് കയറുന്നതിന്റെ പ്രവേശന കവാടത്തിൽ ഒരു പ്രത്യേക കവാടം തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട്. ആ കവാടത്തിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ രാജമുദ്ര, തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ രാജമുദ്ര ആലേഖനം ചെയ്ത് അത് അവിടെ പതിപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇടത് ഭരണത്തിന്റെ കീഴിൽ രാജമുദ്രയ്ക്കും രാജഭരണത്തിനും എന്താണ് പ്രസക്തി എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അതോടൊപ്പം ഈ രാജഭരണത്തോട് കൂറുള്ള ആരൊക്കെയോ വിനോദസഞ്ചാര വകുപ്പിലുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഓണം വാരാഘോഷം ഇന്നലെ കൊണ്ട് ഔദ്യോഗികമായി സമാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ രാജമുദ്രയും ഈ പ്രത്യേകമായി തയ്യാറാക്കിയ കവാടവുമൊക്കെ കൃത്യമായി കനകക്കുന്നിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അത് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ ആ സംഘാടകരുടെ സൗകര്യം അനുസരിച്ച് അവിടെ നിന്ന് മാറ്റിമായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു നടപടി വിനോദസഞ്ചാര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായി ഉണ്ടായതിനെതിരെയാണ് ഇങ്ങനെ വിമർശനം ഉയരുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ടൂറിസം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ മുഖ്യ കവാടത്തിൽ തിരുവിതാംകൂർ വംശത്തിന്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഒരു ചിഹ്ന പ്രദർശനം നടന്നതിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉയരുന്നത്.